യഥാർത്ഥ ജനാധിപത്യ ധ്വംസനമാണ്. 90% വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന സമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് അധികാരത്തിന്റെ കുങ്കുപയോഗിച്ചുകൊണ്ടാണ് ഈ ഭരണത്തെ അട്ടിമറിച്ചിട്ടുള്ളത്. AKGയുടെ പടം വെച്ചുകൊണ്ട് കച്ചവടം നടത്തി തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാതെ അവരുടെ പൈസ എടുത്തുകൊണ്ട് കച്ചവടം നടത്തുന്ന സ്ഥാപനമാണ് കോഫി ബോർഡ്. ആ കോഫി ബോർഡിൽ ഇല്ലാത്ത അഴിമതി കഥകളുടെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് AKGയുടെ യഥാർത്ഥ ആളുകളെ തള്ളിമാറ്റിക്കൊണ്ട് കപട AKGയുടെ ഭക്തന്മാരാണ് ഇന്ന് ഈ സ്ഥാപനം പിടിച്ചെടുക്കാൻ പരിശ്രമിക്കുന്നത്. അതിനെ എന്തു വില കൊടുത്തും എതിർക്കുമെന്നാണ് ഇവിടുത്തെ തൊഴിലാളി സഹപ്രവർത്തകർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനെല്ലാവിധ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നൽകും. തുടർ ദിവസങ്ങളിൽ അവർ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങളിലും അവരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ മസ്ദൂർ സംഘമടക്കമുള്ള പരിവാർ സംഘടനകളും ഉണ്ടാകും. ഈ സമരം ഒരു പരിധി കഴിഞ്ഞാൽ സർക്കാർ ശ്രദ്ധിക്കാൻ ഇനിയും തയ്യാറായില്ലെങ്കിൽ അതിരൂക്ഷമായിട്ടുള്ള സമരത്തിന് ഏതറ്റം വരെ പോകാനും ഭാരതീയ ജനതാ പാർട്ടി ഒപ്പം നിന്നുകൊണ്ട് നേതൃത്വം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് പിന്തുണച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇതിൽ കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, ശിവസേനയുണ്ട്, മുഴുവൻ രാഷ്ട്രീയ വിഭാഗങ്ങളിൽപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാരണവശാലും തൊഴിലാളികളുടെ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരായിട്ട് പടപൊരുതാൻ ഭാരതീയ ജനതാ പാർട്ടി മുന്നണി പോരാളികളായിട്ടുണ്ടാകും. തൊഴിലാളികളുടെ അവകാശപ്പെട്ട കേന്ദ്രം അവർക്ക് തിരിച്ചു നൽകുന്നതുവരെ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് വരും നാളുകളിൽ തൃശൂരിന്റെ മണ്ണിൽ നടക്കാൻ പോകുന്നത്. അത് ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ മുന്നണി പോരാളികളായിട്ടുണ്ടാകും. മറിച്ച് സർക്കാർ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി ഈ ജനാധിപത്യം സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടാൻ